വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. കുറേ നാളായി വ്ളോഗൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന്. ബട്ട് എനിക്ക് കോൾഡാണ്, എനിക്ക് സൗണ്ട് ഇല്ല. ബട്ട് ഞാൻ മാക്സിമം ഇന്നത്തെ ദിവസത്തെ വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒട്ടും വയ്യ, ബട്ട് സ്റ്റിൽ സൺഡേ ആയിട്ട് പള്ളിയിൽ പോകാതിരുന്ന എങ്ങനെയാണ്. രാവിലെ കോഫി കുടിച്ചിട്ട് പോകുന്നത്, എന്നാലും എനിക്കൊരു ഉണർവ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കോഫി കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ കോഫി കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി. ഇതിൻ്റെ റൂംമേറ്റിൻ്റെ കസിൻസാണ്, കുഞ്ചുന്ന് വിളിക്കും. ഞങ്ങളങ്ങനെ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ പോകുന്ന ചർച്ചാണിത്. ബട്ട് അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ യൂ ടേൺ എടുത്ത് വരണം. ഞാൻ പള്ളിയുടെ അകത്ത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. സോ ഞങ്ങൾ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു. വീട്ടിലെത്തിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ അടയാണ് ഉണ്ടാക്കിയത്. ഇതാണ് എൻ്റെ റൂംമേറ്റ് അക്സ. പുള്ളിക്കാർ വേറെ ചർച്ചിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഹായ്, എന്നെടുക്കുവാ? ഞാൻ പാത്രം കഴിവാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഈ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ എന്നൊക്കെ പറയുന്നത് ഞാൻ കൂടുതലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡേ ആണ്. കാരണം എനിക്ക് ഈ സമയത്തെ ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ഡേയ്സിലും എനിക്ക് വർക്കുണ്ട്. സൺഡേസിലൊക്കെ എനിക്ക് ഫ്രീ ആണ്. ആ ടൈമിലും വേറെ പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും. എൻ്റെ സൗണ്ട് ആകെ പോയിരിക്കുവാണ്, കോൾഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് അടുത്തേക്ക് കേൾക്കുന്നത്. ഞാൻ എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചൺ ഏരിയയിൽ നിന്ന് തന്നെയാണ്. കാരണം ക്ലീനിങ്ങിൻ്റെ ഒരു 50% ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീർന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പം കിച്ചൺ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. പിന്നെ ഞാൻ എല്ലായിടത്തും ഒന്നും അടിച്ചു വാരി അതിന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അതിനുശേഷം എല്ലാം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. മോപ്പിൻ്റെ പകുതി ഭാഗം ഒടിഞ്ഞു പോയിട്ടോ. അതാണ് അതിന് അത്ര നീളമുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഞാൻ കുക്കിങ്ങിനേക്കാളും ഏറ്റവും എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ക്ലീനിങ്. ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ വർക്കില്ലാത്തപ്പോഴൊക്കെ ഞാൻ കൂടുതലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹാളൊക്കെ തുടച്ചു. പിന്നെ ഞാൻ റൂമൊക്കെ തുടയ്ക്കുവാണ്. റൂംമേറ്റ്സിനോട് വർത്താനൊക്കെ പറഞ്ഞിട്ടാട്ടോ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോൾ 1 മണിയായി. 1:30 ആകുമ്പോഴത്തേക്കും എനിക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണം. അതിനിപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം. ചോറ് ഓൾറെഡി റെഡിയാണ്. ഇനി അതിനൊരു കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ആക്ച്വലി എൻ്റെ റൂംമേറ്റ്സ് ഇവിടെ ഉണ്ട്. അവർക്ക് റെസ്റ്റ് കൊടുത്തേക്കുന്ന ദിവസമാണ്. ഇന്ന് ഫുള്ള് ഞാൻ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് സാധാരണ അവരെപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സോ ഞാൻ വിചാരിച്ചു ഞാൻ അതൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ മാക്സിമം സ്പീഡപ്പ് ആക്കാൻ നോക്കുവാണ്, എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട്. പിന്നെ ഈ കുക്കിങ്ങിനെ പറ്റി അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാനിവിടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പം തന്നെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പഠിച്ചതാണ്. അല്ലാതെ ഇതിനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. തോരനും മോരും റെഡി ആയിട്ടുണ്ട്. ലഞ്ച് റെഡി. ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞ് ഒരുമിച്ച് ഫുഡ് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇന്ന് വർക്കില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ റെഡിയായി. എനിക്ക് ജയനഗറിലേക്കാണ് പോകേണ്ടത്. പെട്ടെന്ന് എത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ റാപ്പിഡോയിൽ ബൈക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാവാം. അവൾ ജയനഗറിൽ അപ്പോളോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരമായിട്ട് പുള്ളിക്കാർ വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നിങ്ങൾ ഇടയ്ക്ക് കണ്ടത്. അങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇവളെ മീറ്റ് ചെയ്യാൻ ഞാൻ പോകാറുണ്ട്. എന്നാലും കുറേ നാൾ കൂടി കാണുന്നതാണ്. അതുകൊണ്ട് സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് തിയേറ്ററിൽ വന്നതാണ്. കാണത്തില്ലടോ. ഇവിടെ ചെന്നാട്ട് എൻ്റെ ക്യാമറ കണ്ണുകൾ നിന്നെ പിന്തുടരും. എന്ത് പറ്റുമില്ലയ്യ? വൈ ടിക്കറ്റ് എല്ലാം തീർന്നു പോയി ഗൈസ്. ടിക്കറ്റ് ഇല്ല. ഈ സമയത്ത് ഷോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്ലാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്നായാലും ഇവിടെ വരെ വന്നിട്ട് കാര്യം നടന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊരു കോഫി ഇങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ച് കോഫി വാങ്ങിച്ചു. ഞങ്ങൾക്ക് മീറ്റ് ചെയ്യുമ്പം കോഫിയാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം. അവനെ കാണണം, അവനെ കാണിച്ചു. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനോട് പറഞ്ഞു എന്നാലും പരിപാടി ക്യാൻസലായി, എന്നാൽ പിന്നെ നമുക്ക് മടിവാലിക്ക് പോകാമെന്ന്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ മടിവാലിക്ക് പോകുന്ന അവൾക്കും അറിയാം. അവൾ ഇന്ന് വന്നപ്പോൾ അവളുടെ കഴുത്തിൽ മാലയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊന്ന് മാലയൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരിക്കുകയാണ് കുട്ടി. അതിനുശേഷം ഞങ്ങൾ മടിവാല കഫേയിൽ കയറി. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ. വെറൈറ്റി ഉള്ള കുറേ സ്നാക്സ് ഉണ്ടാവും.
പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതുപോലെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ വായിക്കൂടി? വായിക്കുന്നൊന്നും അറിയില്ലെങ്കിലും അവളൊരു ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം അവളെന്നോട് പറഞ്ഞു അവൾക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സ്റ്റുഡിയോയിൽ പോകണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കൂടെ ഞാനും എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് മലയാളികളുടെ സ്റ്റുഡിയോ തന്നെയായിരുന്നു. നീ എന്നാ മീറ്റ് ചെയ്യുന്നത്? ഓക്കെ ബൈ. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ മതി. അവളെന്നെ അങ്ങനെ പകുതി വരെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാനൊരു ഓട്ടോ ബുക്ക് ചെയ്ത് റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അവർ ഓൾറെഡി സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂംമേറ്റിനെ നേരത്തെ പറഞ്ഞ കസിൻ സിസ്റ്ററും ഞങ്ങൾ 3 പേരൂടെയാണ് പോകുന്നത്. അങ്ങനെ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തു വേഗ സിറ്റി മോളിലേക്കാണ് പോകുന്നത്. അക്സ ചേച്ചിക്ക് ഈ ക്യാമറ കാണുമ്പോൾ കുറച്ച് ഷൈ ആണ്. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പോസൊക്കെ ചെയ്ത് തരും. ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരുന്നു, അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സെൽഫീസൊക്കെ എടുത്തു. സിനിമ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും വാഷ്മി പോയി ഫോട്ടോ എടുക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഫിലിം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 12:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ ഓട്ടോ ബുക്ക് ചെയ്ത് റൂമിലേക്ക് തിരിച്ചു പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.